എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായി പ്രത്യേകം തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പ്രഥമ സൗരപഠന ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ സൗരപഠന ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച വർഷം ഓപ്ഷൻ ബി 2023. ഇന്ത്യയുടെ പ്രഥമ സൗരപഠന ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട കായലിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം RTI ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഓപ്ഷൻ എ 2005. ഇന്ത്യയിൽ RTI ആക്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 2005 ഒക്ടോബർ 12 പൂർണ്ണമായും ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ആടുജീവിതം എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ്. ആടുജീവിതം എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ഓപ്ഷൻ സി ബെന്യാമിൻ. ബെന്യാമിനാണ് ആടുജീവിതം എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ്. ആടുജീവിതം എന്ന നോവലിന് 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് നജീബ് എന്നാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി 1924. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം നടന്നത് തിരുവിതാംകൂറിലായിരുന്നു. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന സൂത്രധാരൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഓപ്ഷൻ സി 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകളാണ് നേടിയത്. 1 വെള്ളി, 5 വെങ്കലം. നീരജ് ചോപ്രയാണ് ഏക വെള്ളി മെഡൽ നേടിയത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആത്മവിദ്യാ കാഹളം എന്നത് വാഗ്ഭടാനന്ദൻ്റെ ഒരു പ്രസിദ്ധമായ മാസികയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ. RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. RBIയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്ന ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. അപ്പോൾ RBIയുടെ ആദ്യത്തെ ഗവർണറുടെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻ ഡി ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ്. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരമേറിയ അവയവം ത്വക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഇദ്ദേഹത്തെ ആധുനിക മനു എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി
ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രയാൻ 3 ഇറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ KM പണിക്കറായിരുന്നു. ഇതിൻ്റെ മുഖപത്രം സാഹിത്യലോകം ആണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നത് ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പിയായിരുന്നു. EMS മന്ത്രാലയം പിരിച്ചുവിട്ടത് 1959 ഐക്യരാഷ്ട്രസഭ UN സ്ഥാപിതമായ വർഷം? ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 1945. 1945 UN ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി ഗംഗ. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഗംഗ നദിയുടെ ആകെ നീളം ഏകദേശം 2525 കിലോമീറ്ററാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയാണ് ഗംഗയുടെ ഉറവിടം. 2024 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ്? 2024 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടിയായിരുന്നു 2024 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയത്. കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതേ വർഷം മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കിടുകയാണ് ഉണ്ടായത്. 2005 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും ആയിരുന്നു. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ എ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലായിരുന്നു. WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കണ്ണൂർ. കണ്ണൂരിലാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ജീവകം കെ. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്വിനോൺ എന്നതാണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തിയത്. ചമ്പാരൻ ബീഹാർ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി? തന്നിരിക്കുന്നവരിൽ കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി പഴശ്ശിരാജ. പഴശ്ശിരാജാവാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി.
പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ പോരാട്ടങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? ഓപ്ഷൻ എ ബിമൽ പട്ടേൽ. ബിമൽ പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നായിരുന്നു. ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ഭരണഘടനയിൽ 9-ാം ഭാഗവും 11-ാം ഷെഡ്യൂളും ഈ ഭേദഗതി വഴി കൂട്ടിച്ചേർത്തു. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കിയാണ് നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. ജലത്തിൻ്റെ തിളനില ബോയിലിംഗ് പോയിന്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ജലത്തിൻ്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻ ബി 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശുദ്ധജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലുമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചത് ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയാണ് ഈ നാടകം രചിക്കപ്പെട്ടത്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. SBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ പാർക്ക്. ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേര്? ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ ബി ഗഗൻയാൻ. ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഗഗൻയാൻ. ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേര് വ്യോമിത്ര എന്നാണ്. ഇസ്രോയുടെ ദൗത്യം ഇന്ത്യയെ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമാക്കി മാറ്റും. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത 544-ലാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ ഇരട്ട തുരങ്ക പാതയാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം ആയിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ എ ജൂൺ 5. എല്ലാ വർഷവും ജൂൺ 5-ആണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് 1974-ലായിരുന്നു. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22-മാണ്. ദണ്ഡിയാത്ര ഗാന്ധിജി ആരംഭിച്ചത് എവിടെ നിന്നാണ്? ദണ്ഡിയാത്ര ഗാന്ധിജി ആരംഭിച്ചത് എവിടെ നിന്നുമായിരുന്നു? ഓപ്ഷൻ ബി സബർമതി ആശ്രമം.
സബർമതി ആശ്രമത്തിൽ നിന്നുമായിരുന്നു ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത്. ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 78 അനുയായികളുമായിട്ടാണ് ഗാന്ധിജി യാത്ര ആരംഭിച്ചത്. സിമന്റിന്റെ പ്രധാന ഘടകം ഏത്? തന്നിരിക്കുന്നവയിൽ സിമന്റിന്റെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി കാൽസ്യം സിലിക്കേറ്റ്. കാൽസ്യം സിലിക്കേറ്റ് ആണ് തന്നിരിക്കുന്നവയിൽ സിമന്റിന്റെ പ്രധാന ഘടകം. സിമന്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ ആണ്. സിമന്റിൽ ജിപ്സം ചേർക്കുന്നത് സിമന്റ് പെട്ടെന്ന് കട്ട പിടിക്കുന്നത് തടയാനുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി ആമുഖം, പ്രിയാമ്പിൾ. ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്നും വിളിക്കാറുണ്ട്. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവി ആരാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവി. വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് മഗ്ദലന മറിയം. നോബൽ സമ്മാനം ഏത് രാജ്യമാണ് നൽകുന്നത്? നൊബേൽ സമ്മാനം ഏത് രാജ്യമാണ് നൽകുന്നത്? ഓപ്ഷൻ ഡി സ്വീഡൻ. സ്വീഡനാണ് നോബൽ സമ്മാനം നൽകുന്നത്. നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത് 1901 മുതലായിരുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് നോർവേയിലാണ്. മറ്റു പുരസ്കാരങ്ങൾ സ്വീഡനിലും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനവും കോട്ടയത്താണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഹൈക്കോടതിയിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ ആയിരുന്നു. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി എന്നുമാണ് അറിയപ്പെടുന്നത്. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം? 2023 പുരുഷ ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം? ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2023 മെൻസ് ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. 2023 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാമത്തെ ഏകദിന ലോകകപ്പ് കിരീടം ആയിരുന്നു ഇത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി വി നാരായണൻ. വി നാരായണനാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയുടെ നിലവിലെ ചെയർമാൻ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന പ്രശസ്ത കൃതി രചിച്ചത് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന പ്രശസ്ത കൃതി രചിച്ചത്? ഓപ്ഷൻ ബി SK പൊറ്റേക്കാട്. SK പൊറ്റേക്കാടാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന പ്രശസ്ത കൃതി രചിച്ചത്. SK പൊറ്റേക്കാടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണിത്. ഇതിലെ പ്രധാന കഥാപാത്രം ശ്രീധരൻ ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഓപ്ഷൻ സി 65 വയസ്സ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീലവിപ്ലവം ബ്ലൂ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ബ്ലൂ റെവല്യൂഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി മത്സ്യോൽപാദനം. മത്സ്യോൽപാദനവുമായിട്ടാണ് നീലവിപ്ലവം
ബ്ലൂ റെവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ നീല വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരുൺ കൃഷ്ണനാണ്. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ വകുപ്പാണ് ആർട്ടിക്കിൾ 40. 18ാം ലോക്സഭയിലെ ആകെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം. 18ാം ലോക്സഭയിലെ ആകെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി 543. 18ാം ലോക്സഭയിലെ ആകെ ലോക്സഭാ അംഗങ്ങൾ 543. മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യ കടമെടുത്തത് മുൻ സോവിയറ്റ് യൂണിയൻ USSRൽ നിന്നുമാണ്. ഭരണഘടനയുടെ 3ാം ഭാഗത്താണ്, പാർട്ട് 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.